മറ്റേ പാലേരി മാണിക്ക് റീറിലീസ് ചെയ്തപ്പോ കാണാൻ ആളില്ല, ഫാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് ഇത് മാറ്റുമോ? ഈ ദേവദൂതന്റെയും മൺസർ വലിയതിനെ കളക്ഷനൊക്കെ ഒക്കെ ഭേദിക്കും. ഇപ്പൊ ഇറങ്ങുന്ന മാസ് പടം ഈ ഫീൽ ഇല്ല. അമ്മാതിരി വൈബാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. ജില്ലെന്നാ പോകുന്നത്. 4K റീമാസ്റ്ററിംഗ് എന്ന് പറയുന്ന സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം പറഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പുതിയ ഒരു പടം അങ്ങോട്ട് കണ്ടിറങ്ങിയ പോലെ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മലയാള സിനിമയിലെ ആദ്യത്തെ റീറിലീസ് ലാലേട്ടൻ ഫാൻസിനെ ആഘോഷിക്കാനായിട്ടൊരു മാസ് പടം സ്ഫടികം വന്നു. പിന്നെ മൂവി ലവേഴ്സ് എല്ലാം കാത്തിരുന്ന എവർഗ്രീൻ ക്ലാസിക്സ് ദേവദൂതനും മണിച്ചിത്രത്താഴും വന്നു. ഇനി മമ്മൂട്ടി ഫാൻസിനെ ആഘോഷിക്കാനായിട്ട് മലയാള സിനിമയിലെ മോസ്റ്റ് പവർഫുൾ മാസ് ക്യാരക്ടർ അറക്കൽ മാധവനുണ്ണിയുടെ എൻട്രിയാണ്. 24 വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് റെക്കോർഡുകളെല്ലാം തകർക്കാനായി മലയാള സിനിമയുടെ വല്യേട്ടൻ 4K റീറിലീസിന് എത്തുകയാണ്. അപ്പോൾ എന്തായാലും വല്യേട്ടൻ 4K തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തവരോട് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു അനുഭവം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇനി നിങ്ങൾ തിയേറ്റർ റീറിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് നേരെ വല്യേട്ടൻ റിവ്യൂല്. എന്താ 24 വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ റീറിലീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K റീമാസ്റ്ററിംഗ് എന്ന് പറയുന്ന സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ TV കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. മസ്റ്റ് വാച്ച് എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച്. ഫ്രഷ്നെസ് ഉണ്ട് ഇപ്പോഴും. ഫ്രഷ്നെസ് ഉണ്ട്. കാരണം കൈരളി വന്നതിലല്ലോ കാര്യം. നമ്മൾ കൈരളിയിലല്ലേ ചെറിയ സ്ക്രീൻ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് വലിയ സ്ക്രീനിൽ അത് കാണുമ്പോഴത്തേക്കും എസ്പെഷ്യലി ആ പണ്ടത്തെ സിനിമാറ്റോഗ്രാഫി അറിയണമെങ്കിൽ നമ്മൾ ചെറിയ സ്ക്രീൻ കണ്ടാൽ പോരാ, വലിയ സ്ക്രീൻ തന്നെ കാണണം. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി അതിന്റെ BGM സൗണ്ട് എഫക്ട്സ് റീമിക്സ് ചെയ്തതും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ടെക്നിക്കലി കുറച്ചുകൂടി സിനിമ എന്തോ മാറ്റമുണ്ട്. ടെക്നിക്കലി പിന്നെ 4K റീമാസ്റ്റർ ചെയ്തേക്കണം. സൗണ്ടും എല്ലാം DTS എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. നല്ല സ്ക്രീനിൽ തന്നെ കാണണം. അടിപൊളി സിനിമ. ഓക്കെ, 4 വർഷം കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇപ്പോഴും കാണാൻ കിടിലം അടിപൊളി. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കണ്ടത്. എത്ര തവണ കണ്ടിട്ടുണ്ടായിരിക്കും മൊത്തത്തിൽ? ഇപ്പൊ ഏകദേശം 10-50 തവണ കൂടുതൽ കണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും കാണുമ്പോഴും പടം ഭയങ്കര സ്പീഡാ പോകുന്നുണ്ട്. അപ്പൊ നല്ല ത്രില്ലിംഗ് ആണ് കാണാനും പറ്റും. മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? ഞാൻ മമ്മൂക്ക ഫാൻസ് ആണ്. അപ്പൊ മമ്മൂക്കയ്ക്ക് ഇതുപോലത്തെ ക്യാരക്ടർ കുറവാണ്, മാസ് ക്യാരക്ടർ ഒക്കെ കുറവാണെന്നുള്ള ഒരു ഇതുണ്ട്. ഇതുപോലത്തെ റോളൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് തിയേറ്റർ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ആണ്. റിലീസ് വന്നിട്ട് കൊള്ളാം. പടം കൊള്ളാം. ഉഗ്രം പടം. നല്ലപോലെ ഉണ്ട്. റീസ്റ്റോറേഷൻ ആയാലും എല്ലാം കൊള്ളാം. നല്ല നമുക്ക് ആ ഒരു വൈബുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ ആദ്യമായിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പുതിയ സിനിമ കാണുന്നതിന്റെ അത്രയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ജോൺറ സിനിമകൾ ഇപ്പൊ വരാറില്ല. അപ്പൊ അത് എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ലെവലിലും നമ്മളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്. അപ്പൊ മലയാളത്തിലെ എവർഗ്രീൻ മാസ് ക്യാരക്ടർ ഒരെണ്ണാണ് അറക്കൽ മാധവൻ. അതെ, അതിലൊന്നാണ്. തീർച്ചയായിട്ടും ആ സംശയമില്ല. ഉഗ്രം പടം. എല്ലാവരും കാണണം. പഴയ ആ ഒരു ഇത് തന്നെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പഴയ പടങ്ങൾ റീവാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ വലിയ സ്ക്രീൻ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇത് റീറിലീസ് കണ്ടപ്പോ? മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഇസ് വെരി സ്ട്രോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാസിനോടൊപ്പം നിൽക്കുന്ന എഴുത്തിന്റെ ബലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മാസ് ക്യാരക്ടേഴ്സ് വളരെ ശക്തമായി ഉണ്ടാവുന്നുണ്ട് അന്നത്തെ സ്ക്രിപ്റ്റ്. അതൊരു വലിയ ഫാക്ടർ തന്നെ. അല്ല, വേറെ ആക്ടേഴ്സിനെ ഒക്കെ പറയണം. ഇപ്പൊ കലാഭവൻ അതുപോലെ മണിച്ചേട്ടനുണ്ട്. അദ്ദേഹം ഇല്ല, ഒരുപാട് കലാകാരന്മാർ നമ്മളെ വിട്ടുപോയി. എന്നെ വർഗീസ് സാറ്, സുമാരി, അവർ അങ്ങനെ ഒരു നിര. അവരാരും തന്നെ അവർക്കെല്ലാവർക്കും സമർപ്പണം പറഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രതിഭകളെ നല്ലൊരു ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പൊ ഏറ്റവും നല്ലൊരു സിനിമയാണ്. അതിന്റെ ദൃശ്യാനുഭവം തന്നെയാണ് ഈ സിനിമ. അപ്പൊ മമ്മൂട്ടിയുടെ മറ്റേ പാലേരി മാണിക്ക് റീറിലീസ് ചെയ്തപ്പോ കാണാൻ ആളില്ല, ഫാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് ഇത് മാറ്റുമോ? ഇല്ല, അത് നെഗറ്റീവ് അല്ല. അത് രണ്ട് സിനിമകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ജോൺറയിലായാലും അതിന്റെ കോണ്ടന്റിലായാലും. അതുകൊണ്ടുണ്ടായ ഒരു വ്യത്യാസമായിട്ട് മാത്രം കണ്ടല്ല. അതൊരു മോശം പാലേരി മാണിക്ക് ഒരു മോശം സിനിമയല്ല. അത് ഒരു പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസിന് ആൾക്കാർക്ക് താല്പര്യം ഇല്ലായിരിക്കും. അതുകൊണ്ട് ഗംഭീരം. ശരിക്കും ഒരു മാസ് പടം കണ്ട ഫീല് തന്നെയാണ്. റിലീസ് ചെയ്യുമ്പോൾ പോലും ഇപ്പൊ ഇറങ്ങുന്ന മാസ് പടം ഈ ഫീൽ ഇല്ല. അമ്മാതിരി വൈബാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. ജില്ലെന്നാ പോകുന്നത്. സമയം പോകുന്നത് ലാഗില്ല, ഒന്നുമില്ല. പീക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ഇതൊക്കെയാണ്. നമ്മൾ എത്ര പ്രാവശ്യം കണ്ട സിനിമയാണ് ബ്രോ. എത്ര പ്രാവശ്യം കൈരളി TV തന്നെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസിന്റെ പവർ, മമ്മൂക്ക, ഷാജി കൈലാസ് എല്ലാവരും അടിപൊളി. കാത്തിരുന്ന ഒരു റീറിലീസ്. അതെ, തീർച്ചയായിട്ടും. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമല്ലേ വല്യേട്ടൻ. എന്താ പറയാ, ഷാജി കൈലാസ്, രഞ്ജിത്തും കൂടെ അണിയിച്ചൊരുക്കിയ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പക്ക മാസ സാധനം. അതൊരു 4Kയിൽ കിട്ടുന്ന പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ഏജ് അറിയാലോ. 24 വർഷം മുന്നേ നമുക്ക് തിയേറ്ററിൽ എന്താ പറയുക B ക്ലാസ്സിലൊക്കെ കണ്ട സിനിമയാണ്. ഇപ്പം എന്താ നമുക്കൊരു ഒരു പ്രത്യേകിച്ച് SL പോലത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല തിയേറ്ററിൽ കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് വല്ലാത്തതാണ്. എല്ലാ ജനങ്ങളും വന്ന് കാണാൻ അത്രയ്ക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഫ്രഷ് സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടായി. എത്ര തവണ കണ്ടിട്ടുണ്ടായി കൈരളി ഈ സിനിമ വന്നപ്പോൾ കൈരളി TVയിൽ വരണം ഇങ്ങനെ ട്രോളായിരുന്നു. കൈരളി വിട്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രോളായിരുന്നു. ട്രോളാൻ മാത്രം ഒന്നുമില്ല. ഈ 4K ചെയ്താൽ
സിനിമാന്റെ ക്വാളിറ്റി അത്രയ്ക്ക് ഉണ്ട്. 4K തന്നെയാണ്. അത് വലിയ സിനിമ എന്താ പറയുക, മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്, എല്ലാവർക്കും അതറിയാം. അത് തിയേറ്ററിൽ നിന്ന് വീണ്ടും ജനങ്ങൾ വന്ന് കാണണം, അത് കാണാനുള്ള എക്സ്പീരിയൻസ് ഇതിലുണ്ട്. ഓക്കെ. പടം ബ്രോ എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴും ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ CD-കളിലും ഈ പറഞ്ഞ പോലെ കൈരളി TV-യിൽ എല്ലാത്തിനും കണ്ട് ഒരു അടുത്ത ഒരുപോലത്തെ ഒരു പടം. പക്ഷേ പുള്ളിയുടെ ആ ബാക്കിയുള്ള ഇതൊന്നും ആക്ഷൻ സീക്വൻസ് എല്ലാം പറയേണ്ട കാര്യമല്ല ഈ ഒരു പടത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ പലതവണ കണ്ട് മറന്ന ഒരു ഇതാണ് സ്റ്റോറി ബേസ് ചെയ്തെല്ലാം. അപ്പോൾ എന്താണെന്നുള്ള അറിഞ്ഞു. പക്ഷേ വന്ന് കണ്ട് പടം തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള പുതിയൊരു പടം അങ്ങോട്ട് കണ്ടിറങ്ങിയ പോലെ ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. അതാണ് പക്ക 4K എന്ന് വെച്ചാൽ കിഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എല്ലാവരും മസ്റ്റ് നമ്മൾ പലതവണ കണ്ട് എന്നുള്ള ഒരു ഇതിൽ മാറി നിൽക്കരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. റീമാസ്റ്റർ ആണ്, ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്തു. പഴയ സിനിമ വീണ്ടും നല്ല ക്വാളിറ്റിയിൽ കാണുമ്പോൾ എസ്പെഷ്യലി ആ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഇപ്പൊ ഒരുപാട് പേര് കൈരളി TV-യിലൊക്കെ ഒരുപാട് തവണ ഇഷ്ട പടമാണ്. അതെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരു ഫീൽ എങ്ങനെ ഉണ്ട്? ആ നന്നായിട്ട് ചെയ്യുമ്പോഴേ റീമാസ്റ്റർ നന്നായിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള വർത്താണ്. ഓക്കെ. പൊളിയാ, കൊള്ളാം, അടിപൊളി രസമായിരുന്നു. വിഷ്വൽസ് എല്ലാം പൊളിയാ. അതിന്റെ ടൈറ്റിൽ കാർഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് മേക്ക് ചെയ്തേക്കുന്നത്. ആ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന എഴുത്ത് അങ്ങോട്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് അവിടെ തന്നെ ഒരു രോമാഞ്ചമാണ്, നല്ല രീതിയിൽ ചെയ്തേക്കുന്നത്. കൈരളി ചാനൽ ഇത്രയും തവണ വന്നിട്ട് പോലും മലയാളിൽ ഇത്ര കൂട്ടത്തോടെ വരികയാണ് ഈ പടം കാണാൻ. ഇതൊക്കെ കാരണങ്ങൾ മമ്മൂക്ക മാത്രമാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഈ ദേവദൂതന്റെയും മത്സരത്താണ്ടി വലിയതിനെയും കളക്ഷനൊക്കെ ഒക്കെ ഭേദിക്കും. ഒറ്റ ഷോ കൊണ്ട് തന്നെ ഹൗസ്ഫുൾ ആയിരുന്നു, ഒന്നും പറയണ്ടല്ലോ. ഏകദേശം 300 സീറ്റുണ്ട് ഈ പടത്തിന്. ഈ ഒരു പടം കാണാൻ ഈ സ്ക്രീൻ മത്സരത്തിന് ഏകദേശം 300 സീറ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഹൗസ്ഫുൾ ആയിരുന്നു പടം. ഓക്കെ. എല്ലാരും നമ്മളെ കൈരളിയിലൊക്കെ ഇട്ട് കണ്ടുപോലത്തെ പടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നല്ലോ. ഇത് പറയുന്നവര് പറയട്ടെ, പറഞ്ഞു മനസ്സിലായില്ല. ഇത് പക്ക ഒന്നും പറയാനില്ല, അതല്ലേ പറഞ്ഞത്. 24 കൊല്ലങ്ങൾക്ക് മുമ്പ് പിടിച്ച പടമാണെന്ന് പറയില്ല. ഇപ്പോഴത്തെ ക്യാമറയിൽ എടുത്ത അതേ ക്വാളിറ്റി പക്ക. ഡാൻസ് നമ്മൾ അന്ന് കണ്ടതാണല്ലോ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതിലൊന്നും സൂപ്പർ 4K കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളി കിട്ടില്ല. ഫൈറ്റ് സീൻസ് ആയാലും BGM ആയാലും എല്ലാം കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണാൻ ഇവിടെ തന്നെ കാണണം. ആ ഡോൾബി അറ്റ്മോസിലൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, രക്ഷയില്ല. അപ്പൊ ഒരുപാട് തവണ കണ്ടുമടുത്തൊരു സിനിമയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു മടുപ്പും തോന്നിയിട്ടില്ല. ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. ഇനി ഇതുപോലെ റീ റിലീസ് പ്രതീക്ഷിക്കുന്നു. നരസിംഹം എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യത്തേതും കണ്ടതാണ്, പണ്ട് തിയേറ്ററിൽ കണ്ടതാണ്. കണ്ടതാണ്. ഇത് കണ്ടപ്പോ എന്ത് തോന്നി? ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്കയെ വലിയ ഇഷ്ടമല്ലേ? അല്ല, അല്ല ഇഷ്ടമാണെന്ന്. മമ്മൂക്കയും മോഹൻലാലും ഒക്കെ നമ്മളെ ഹീറോസ്. ഓക്കെ. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തതിന്റെ ആ ഒരു എഫക്ട് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ TV-യിൽ ഒരുപാട് തവണ കണ്ടെങ്കിലും ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച. തീർച്ചയായിട്ടും, കാരണം നമ്മൾ അന്ന് ഫസ്റ്റ് ഡേ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഈ മെഗാസ്റ്റാർ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ അന്ന് നമുക്ക് വലിയ ഹരമൊന്നുമില്ല. ഇന്നൊരു പുതിയ പടം കണ്ടൊരു ഫീല്, അതിന്റെ ആക്ഷൻ സീൻസും ആ ഇന്റർവൽ ബ്ലോക്ക് കിട്ടില്ല. ഇന്ന് കാണുമ്പോൾ വൻ ഹരം. മലയാളത്തിലെ ഒരു ഐക്കോണിക് മാസ് ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഒരു ഫ്യൂഡൽ മാടമ്പി. അങ്ങനെ മലയാള സിനിമയുടെ വലിയേട്ടൻ, മമ്മൂക്ക ഫാൻസ് കാത്തിരുന്ന, സിനിമാ പ്രേമികൾ കാത്തിരുന്ന വലിയേട്ടൻ കണ്ട റിവ്യൂ കേട്ടല്ലോ. അപ്പോൾ അഭിപ്രായം പറയാം.